ഹലോ, ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം. CBSE 10ാം ക്ലാസ് ഹിസ്റ്ററിയിലെ നാഷണലിസം ഇൻ ഇന്ത്യ എന്ന അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. CBSE വിദ്യാർത്ഥികൾക്കും വേണ്ടി മാത്രമല്ല, PSC പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും കേറ്ററ്റ്, സെറ്റ് മുതലായ പരീക്ഷകൾ എഴുതുന്നവർക്കും ഈ വീഡിയോ ഉപയോഗപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ദി വീഡിയോ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നീണ്ട 21 കൊല്ലം ദക്ഷിണാഫ്രിക്കയിലാണ് ജീവിച്ചത്. അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിൽ റാസിസം അല്ലെങ്കിൽ വർണ്ണവിവേചനം നിലനിന്നിരുന്നു. ദക്ഷിണാഫ്രിക്കക്കാരായ കറുത്ത വർഗ്ഗക്കാർ വെളുത്ത വർഗ്ഗക്കാരിൽ നിന്ന് പലതരം വിവേചനങ്ങൾ അനുഭവിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരും ഇത്തരത്തിൽ പലതരം വിവേചനങ്ങൾ നേരിട്ടിരുന്നു. ഗാന്ധിജി ഈ വിവേചനത്തിൻ്റെ തീവ്രത മനസ്സിലാക്കുകയും വെള്ളക്കാരല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി ശ്രമിക്കുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ അദ്ദേഹത്തെ പ്രശസ്തനാക്കി. സാധാരണ ജനങ്ങളെപ്പോലെ വസ്ത്രം ധരിക്കുകയും ഭക്ഷണം കഴിക്കുകയും അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കുകയും ചെയ്തത് ഗാന്ധിജിയെ ജനകീയനാക്കി. തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി ഗാന്ധിജിയെ സാധാരണക്കാർ വിലയിരുത്തി. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. 1915 ജനുവരി 9 മഹാത്മാഗാന്ധി നീണ്ട 21 വർഷത്തെ ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസായി ആചരിക്കുന്നത്. അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ റേസിസത്തിനെതിരെ ഫൈറ്റ് ചെയ്ത കാര്യം നമ്മൾ കണ്ടല്ലോ. ഈ ഫൈറ്റിന് അദ്ദേഹം ഒരായുധം ഉപയോഗിച്ചിരുന്നു. ആ ആയുധത്തിൻ്റെ പേരാണ് സത്യാഗ്രഹ. അപ്പോൾ എന്താണ് ഈ സത്യാഗ്രഹം? CBSE പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് 2 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ സത്യാഗ്രഹ എന്നത്. ഇപ്പോൾ ഒരു കാര്യവുമില്ലാതെ ഒരാൾ നമ്മളെ അടിച്ചു എന്ന് കരുതുക. നമ്മുടെ സ്വാഭാവിക പ്രതികരണം എന്തായിരിക്കും? നമ്മൾ തിരിച്ചടിക്കും, അല്ലേ? എന്നാൽ ഗാന്ധിജി പറയുന്നത് ഇങ്ങനെ തിരിച്ചടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെയോ, നമ്മൾ പകരം അയാളെ ഹിംസിക്കാൻ പാടില്ല, അയാളെ മുറിവേൽപ്പിക്കാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ പകരം ചെയ്യേണ്ടത് എന്നാണ് ഗാന്ധിജി പറയുന്നത്. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നമ്മളെ അടിച്ച ആളിനെ നമ്മൾ തിരിച്ചടിക്കുന്നില്ല. ഇങ്ങനെ തിരിച്ചടിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അടിച്ച ആളിൻ്റെ മനസ്സിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു കുറ്റബോധം ജനറേറ്റ് ചെയ്യപ്പെടും. വെറുതെ ഞാനൊരാളെ അടിച്ചല്ലോ എന്നുള്ള ഒരു തോന്നലുണ്ടാവും. ഈ തോന്നൽ അയാളിൽ മാനസാന്തരം ഉണ്ടാക്കും. ഇതാണ് കൺസെപ്റ്റ്. ഇവിടെ നമ്മളോട് ഒരാൾ അനീതി കാട്ടി അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് കാട്ടി, ആവശ്യമില്ലാതെ നമ്മളെ മർദ്ദിച്ചു, നമ്മളെ അടിച്ചു. അതിന് നമ്മൾ പകരം ചെയ്യുന്നത് നോൺ വയലൻസ് കൊണ്ടാണ്. അതിനെയാണ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഇങ്ങനെയാണ്: സത്യാഗ്രഹ മീൻസ് യൂസിങ് ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് എഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ്. നമ്മുടെ ഭാഗത്താണ് സത്യം, നമ്മുടെ ഭാഗത്താണ് ട്രൂത്ത്, പക്ഷേ നമുക്ക് ജസ്റ്റിസ് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുവാനായിട്ട് നമ്മൾ ഒരിക്കലും ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഫിസിക്കൽ ഫോഴ്സ് തന്നെ ഉപയോഗിക്കണം എന്നില്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഗാന്ധിജി ഇങ്ങനെ വെറുതെ പറയുക മാത്രമല്ല, ഇത് പ്രാവർത്തികമാക്കി കാണിച്ചു തന്ന വ്യക്തിയും കൂടിയാണ്. അത് നമ്മൾ ഓർക്കണം. നമുക്കെല്ലാം അറിയാം, അക്കാലത്ത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടനാണ്. ഇന്ത്യക്കാർ തന്നെയാണ് ഭരിക്കേണ്ടത്, അതാണ് ന്യായം. പക്ഷേ ബ്രിട്ടൻ അവിടെ ഇൻജസ്റ്റിസ് കാണിച്ചു. എന്താണ്? വേറൊരു രാജ്യം കൈയടക്കി ഭരിച്ചുകൊണ്ടിരിക്കുക ബ്രിട്ടൻ. നമുക്കതിനെ തോപ്പിക്കണം. ഗാന്ധിജി ബ്രിട്ടനെ തോപ്പിച്ചത് ഫിസിക്കൽ പവർ കൊണ്ടാണോ? അല്ല, ഒരിക്കലുമല്ല. ഗാന്ധിജി ഉപയോഗിച്ച വെപ്പൻ്റെ പേരാ സത്യാഗ്രഹം. സത്യാഗ്രഹ ഈസ് പ്യുവർ സോൾ ഫോഴ്സ്. നോ ഫിസിക്കൽ ഫോഴ്സ് ഈസ് ഇൻവോൾവ് ഇൻ സത്യാഗ്രഹ. 1915 ഇന്ത്യയിൽ തിരിച്ചെത്തിയ മഹാത്മാഗാന്ധിജിയെ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചിതനാക്കിയത് 3 സത്യാഗ്രഹങ്ങളാണ്. അത് 3 നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഈ ചമ്പാരൻ എന്ന് പറയുന്ന പ്രദേശം ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഇൻഡിഗോ ഫാർമേഴ്സിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടാണ് ഗാന്ധിജി പ്രവർത്തിച്ചത്. എന്താണ് ഈ ഇൻഡിഗോ എന്നറിയാമോ? നീലം എന്ന് പറയും മലയാളത്തിൽ. അതായത് പണ്ട് ഈ കൃത്രിമമായിട്ടുള്ള
കളേഴ്സ് വരുന്നതിന് മുമ്പ് തുണികളിൽ ചായം മുക്കാൻ ഉപയോഗിച്ചിരുന്നത് ഈ നീലം എന്ന് പറയുന്ന സംഭവമാണ്. ഗാന്ധിജി നടത്തിയ രണ്ടാമത്തെ സത്യാഗ്രഹം 1918 അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദ് നമുക്കറിയാവുന്നതുപോലെ ഗുജറാത്തിലാണ്. അവിടെ കോട്ടൺ മിൽ വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഗാന്ധിജി പ്രവർത്തിച്ചത്. അതുപോലെ 1918 തന്നെ മറ്റൊരു സത്യാഗ്രഹത്തിലും ഗാന്ധിജി പങ്കെടുത്തു. അത് ഖേദ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഖേദ ഗുജറാത്തിലാണ്. അവിടെ കർഷകരെ പെസൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗാന്ധിജി സത്യാഗ്രഹ പരിപാടികൾ ആസൂത്രണം ചെയ്തു. ഗാന്ധിജി നടത്തിയ ഈ 3 സത്യാഗ്രഹങ്ങളും വിജയകരമായിരുന്നു. അതാണ് ദേശവ്യാപകമായി ഒരു സത്യാഗ്രഹ സമരം നടത്തുവാൻ ഗാന്ധിജിക്ക് കോൺഫിഡൻസ് നൽകിയത്. 1919 ബ്രിട്ടീഷ് ഗവൺമെൻറ് റൗലറ്റ് ആക്ട് എന്ന പേരിൽ ഒരു നിയമം പാസാക്കിയിരുന്നു. ഈ നിയമത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഒരു നേഷൻ വൈഡ് ആയിട്ടുള്ള സത്യാഗ്രഹത്തിലോട്ട് പോകുന്നത്. അപ്പോൾ എന്താ ഈ റൗലറ്റ് ആക്ടിൻ്റെ ഇത്ര വലിയ പ്രത്യേകത, അല്ലെങ്കിൽ റൗലറ്റ് ആക്ടിൻ്റെ ദോഷം എന്താ? ഒന്നാമതായി, റൗലറ്റ് ആക്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ റിപ്രസ് ചെയ്യുവാൻ, അടിച്ചമർത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒന്നായിരുന്നു. രണ്ടാമതായി, ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാളെ വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വയ്ക്കുവാനുള്ള അവകാശം ഈ നിയമം ഗവൺമെൻറ്റിന് നൽകി. ഇത് രണ്ടുമായിരുന്നു റൗലറ്റ് ആക്ടിൻ്റെ പ്രശ്നങ്ങൾ. ഇതിനെതിരെയാണ് ഗാന്ധിജി പ്രതികരിച്ചത്. 1919 ഏപ്രിൽ 6 സമാധാനപരമായ ഒരു ഹർത്താലിലൂടെ തൻ്റെ സമരം ആരംഭിക്കുവാനായിട്ട് ഗാന്ധിജി തീരുമാനിച്ചു. ഗാന്ധിജി wanted non-violent civil disobedience against such laws which would start with a hartal on 6th April 1919. ഈ അധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ തുടരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ ക്ലാസ് ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ആൾക്കാരിലെത്തിക്കുക. താങ്ക് യു for watching this video.